അപ്പം ഞാൻ ഒരു ഹിന്ദു വിശ്വാസിയായിട്ട് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ എല്ലാ ദിനവും പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് ഞാൻ എന്തിനാണ് ഞാൻ BJPക്ക് വിട്ടുകൊടുക്കുന്നത്? എൻ്റെ ചോദ്യം ഒരു സിമ്പിൾ ചോദ്യമാണ്. അവരുടെ ആഗ്രഹമായിരിക്കും എല്ലാവരും രാം ഭക്തനായ എല്ലാവരും BJPക്ക് വോട്ട് കൊടുക്കണമെന്ന്. പക്ഷേ രാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ഹിന്ദുവും ഒരു BJPക്കാരനാണോ? ഇതാണ് ചോദ്യം. എൻ്റെ അഭിപ്രായത്തിലല്ല. അത് അവരുടെ ആഗ്രഹമായിരിക്കും, പക്ഷെ ഞങ്ങളുടെ അല്ല. ഞങ്ങളുടെ പാർട്ടിയിൽ പലവരും രാം വിശ്വാസികളുണ്ട്. അതിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു സന്ദേശം എത്താൻ ചിലർ ശ്രമിക്കുമ്പോൾ കോൺഗ്രസും ഇവിടെ വരാത്തവരും എല്ലാവരും ആൻറ്റി ഹിന്ദു എന്ന് പറയുന്നത്, അതിനെ എതിരിച്ചിട്ട് നമ്മളും നമ്മളുടെ ക്ലെയിമിനെ ലേ ചെയ്യാനും അവകാശമുണ്ട്. മതം നമ്മളുടെയുമാണ്. ദൈവത്തെ നമ്മൾക്കും അംഗീകരിക്കാൻ സാധിക്കും, നമ്മൾക്കും പ്രാർത്ഥിക്കാൻ സാധിക്കും. ചൂണ്ടിക്കാണിക്കുന്ന ഒരൊറ്റ വരി, അത് മാത്രമല്ല ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുക. ഞാൻ എന്തായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു ഹിന്ദിയിലെ ഒരു വാചകം, സിയാവർ രാമചന്ദ്ര കി ജയ്. ഞാൻ ജയ് ശ്രീറാം എന്ന് പറഞ്ഞില്ലേ, കാരണം ജയ് ശ്രീറാമിനെ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ട് ചിലവർ മാറ്റിയിട്ടുണ്ട്. അതായിരിക്കും ഒരു പക്ഷേ എളുപ്പത്തിൽ പറയാൻ. പക്ഷെ ഞാൻ ഇത് പറഞ്ഞത്, സിയ എന്ന് പറഞ്ഞാൽ സീതയാണ് ഒരു നോർത്ത് ഇന്ത്യൻ ഡയലക്റ്റിൽ. അപ്പോൾ സീതയുടെ ഭർത്താവ് രാമിനെ ഞാൻ ജയ് വിളിക്കുന്നത് മാത്രമാണത്. അതിൻ്റെ അർത്ഥം നമുക്ക് പല കാര്യങ്ങളും അതിൽ ഒരേ സന്ദേശത്തിൽ കൊടുക്കാൻ സാധിക്കും. ഒന്ന്, രാമചന്ദ്രൻ നമ്മുടെ ഭക്തി. രണ്ടാമത്തത്, ചിലവർ ഒരു മഹിള വിരുദ്ധ മൈൻഡ് സെറ്റിൽ സീതയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് രാമിനെ. അത് എല്ലാ ജയ് ശ്രീറാം മാത്രം രാമനെ ഒറ്റയ്ക്ക് കാണുന്നത്. നേരെ മറിച്ച് നമ്മളുടെ കുറേ നൂറ്റാണ്ടുകളായിട്ട് ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാർ രാവിലെ ഗുഡ് മോർണിംഗ് പറയുന്ന പോലെ രാം എന്ന് പറയുന്ന പോലെ ജയ് സിയാറാം എന്നും പറയും. എപ്പോഴും ആ സീതയും ഉണ്ടാകുന്നു രാമും ഉണ്ടാകുന്നു ഒരുമിച്ച്. പലവരും സീതയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. അപ്പം ഞാൻ അതിനും ഒരു സന്ദേശം കൊടുക്കുകയാണ്. നമ്മൾ ശരിക്ക് പണ്ടത്തെ എല്ലാവരും പ്രാർത്ഥിക്കുന്ന രാമനെയാണ് ആലോചിക്കേണ്ടത്, സീതയോടൊപ്പം നിന്ന രാമൻ. ആ സീതാറാം സിയാറാം, അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു വാക്ക് ഇറങ്ങിയത്. അതിനെനിക്ക് പ്രത്യേകിച്ചൊരു പറയാനൊരു സംശയവുമില്ല. ഇതൊരു വെറും ഒരു വ്യക്തിപരമായ ഭക്തിയുടെ കാര്യത്തെക്കുറിച്ച് ഒരു വരി എഴുതി അതിന് ഇത്ര വലിയ വിവാദമാക്കാൻ ഞാൻ ആവശ്യം തോന്നുന്നു. ഒരു മുറിവും ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഒരു രാഷ്ട്രീയ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. കോൺഗ്രസ്സുകാർ രാമനെ BJPക്ക് വിട്ടുകൊടുക്കണം, ഇതാണോ നിങ്ങളുടെ ആഗ്രഹം? അത് ഞാൻ ഒരിക്കലും ചെയ്യാൻ തയ്യാറല്ല. അത് മാത്രമല്ല, എൻ്റെ പാർട്ടിയുടെ ഒരു ഭൂരിപക്ഷ വ്യക്തികൾ അത് വിട്ടുകൊടുക്കില്ല. പല ദൈവവിശ്വാസികളുണ്ട് എല്ലാ പാർട്ടികളിലും. പക്ഷേ എൻ്റെ പാർട്ടിയിൽ ഉള്ള ഹിന്ദു രാം ഭക്തന്മാർ നാളെയോ മറ്റന്നാളോ അയോധ്യ പോയാൽ വേറെ ആർക്കും മുറിവ് കൊടുക്കാനല്ല, അവർക്ക് അവരുടെ ഭക്തി കാണിക്കാൻ മാത്രമാണ്. ഇത് രാമക്ഷേത്രം അത് BJPയുടെ രാഷ്ട്രീയ അജണ്ടയായി ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് രാമക്ഷേത്രത്തിനെതിരാണ് എന്നാണ്. അല്ലല്ല, ഈ ചടങ്ങിനെ എതിരിച്ചു. രാമക്ഷേത്രത്തെ ആരും എതിരിക്കില്ല. ബാബരി പള്ളിയാണ് നീതി എന്നുള്ള ഒരു ബേസിക് ഇതാണ് സെക്യുലർ സ്വഭാവമുള്ള മനുഷ്യർ ചോദിക്കുന്ന ചോദ്യം, രാഷ്ട്രീയ ചോദ്യം. അപ്പോൾ അവിടെ ഒരു രാമക്ഷേത്രമായിരുന്നോ നീതി എന്നുള്ളത് മാത്രമാണ് ക്ലാരിറ്റി വേണ്ട ചോദ്യം. അല്ല, ഈ വിഷയത്തിൽ നിങ്ങൾക്കറിയാം, ഒരുപക്ഷെ അറിയണ്ടാവില്ലായിരിക്കും. പക്ഷേ 1992 ഞാൻ സംസാരിച്ച് ചെയ്തതിനെ എതിരിച്ച് അതിനെ കണ്ടം ചെയ്ത് പ്രഭാഷണം ചെയ്ത് ആർട്ടിക്കിൾ എഴുതി ലോകം മുഴുവൻ എഴുതിയൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ആ വിഷയത്തെക്കുറിച്ച് ഒന്നും ഒളിക്കാൻ ആവശ്യമില്ല. ഞാൻ സ്പഷ്ടമായി നിന്നു, ഇത് ചെയ്തത് തെറ്റായിരുന്നു പറഞ്ഞു. ഞാൻ 2 വർഷം മുമ്പ് കൂടി ഞാൻ പറഞ്ഞു, പല ഹിന്ദുക്കൾക്കും ഒരു ആഗ്രഹമാണ് രാം ജനിച്ച സ്ഥലത്തിലൊരു ക്ഷേത്രം കാണണമെന്ന്. പക്ഷേ അതിന് ഒരു മസ്ജിദിനെ പൊളിക്കേണ്ടത് ഒരു നല്ല കാര്യമല്ല. ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്.